നിങ്ങൾ എന്താണ് ഗുരുദേവനോട് ചോദിക്കുക? നിങ്ങളിതാ ഗുരുദേവന്റെ അടുത്തു നിൽക്കുന്നു. നിങ്ങൾക്ക് ജീവൻ മരണ ചക്രത്തിൽ നിന്നുള്ള മുക്തി ചോദിച്ചുകൂടെ? മോക്ഷവും നിർവ്വാണവും കൈവല്യവും ഈ ഏറ്റവും കുറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുയായിയായിക്കൂടെ? സർവ്വ സൃഷ്ടികളുടെയും അധിപനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ സർവ്വ ആഗ്രഹങ്ങളും ഇല്ലാതാവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യം ചോദിച്ചുകൂടെ? മനോകാമനകൾ ശൂന്യമാവണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ആഗ്രഹങ്ങളില്ലാതായാൽ ചിന്തകളും അവസാനിക്കും. സന്തോഷവാനായ സർവ്വസംഘ പരിത്യാഗിയാണ് യഥാർത്ഥ രാജാവ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മനസ്സിന്റെയും രാജാവാവുകയാണ് വേണ്ടത്. നിങ്ങൾ രാമായണ കഥയിൽ വളരെ സുന്ദരമായ ഒരു രംഗം കേട്ടിട്ടില്ലേ? രാമനെ പുഴ കടത്തുന്നത് കേവഡാണ്. തന്നെ പുഴ കടത്തിയ കേവഡിന് രാമൻ എന്താണോ നൽകുന്നത്? ഒരു സ്വർണ്ണമോതിരം. അങ്ങ് എനിക്ക് സ്വർണ്ണമോതിരം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ് കേവഡ് മോതിരം തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങിതാ ഇവിടെ വന്നു. ഞാൻ അങ്ങയെ കടവ് കടത്തി അപ്പുറത്തെത്തിച്ചു. അങ്ങിവിടെ വന്നു. അങ്ങേക്കായി ഞാൻ പുഴ കടത്തിവിടുന്ന ജോലി ചെയ്തു. നാളെ ഒരുപക്ഷെ ഞാൻ അങ്ങയുടെ കടവിലെത്തിയേക്കാം. അപ്പോൾ അങ്ങ് എന്നെ കടത്തിവിട്ടാൽ മാത്രം മതി. ഗുരുദേവനോടും നിങ്ങൾ ഇത് മാത്രമാണ് പറയേണ്ടത്. നിങ്ങളെ തോണിയിലേറ്റി അക്കരെ കടത്തൂ. ഞാനിതാ അങ്ങയുടെ കടവിൽ വന്നു നിൽക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാലും.